ഹലോ വൺ വെൽക്കം ടു ദ റിവ്യൂ ഓഫ് ദ മൂവി മങ്കി മാൻ. ദേവ് പട്ടേൽ എന്ന ആക്ടർ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്ത മൂവിയാണ് മങ്കി മാൻ. ഇത് എൻറ്റയർലി ഇന്ത്യയിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. ഇതൊരു ആക്ഷൻ ത്രില്ലിങ് റിവഞ്ച് കൈൻഡ് ഓഫ് മൂവിയാണ്. ഒരുപാട് കിടിലം ആക്ഷൻ സീനുകളും ഭയങ്കര ബ്രൂട്ടൽ ഫൈറ്റ് സീനുകളും പിന്നെ കുറേ റോ ആയിട്ടുള്ള വയലൻസും എല്ലാം കിടിലം BGM സ്കോറോട് കൂടി വെൽ പാക്ക് ചെയ്തൊരു മൂവിയാണ് മങ്കി മാൻ. ഈ സിനിമയുടെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പ്ലോട്ടാണ്. നമ്മളിതിനു മുന്നേ കുറേ ആക്ഷൻ മൂവീസിലും അതിലൊക്കെ കണ്ടിട്ടുള്ള ടൈപ്പ് ഓഫ് പ്ലോട്ട് തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് കുറേ കിടിലം കൂൾ എലമെൻറ്റ്സൊക്കെ ആഡ് ചെയ്ത് ഇതൊരു മാസ്റ്റർ മാസ്റ്റർ പീസായിട്ട് ക്രാഫ്റ്റ് ചെയ്തെടുത്തേക്കാണ് ഡയറക്ടർ. തൻ്റെ അമ്മേനെ കൊന്ന ഒരുവിധം റിച്ച് പീപ്പിൾ, പൊളിറ്റിക്കലി ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള കുറേ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്കെതിരെ ഒരു യങ് മാൻ നടത്തുന്ന ഒരു പോരാട്ടമാണ് ഈ സിനിമ. അതാണ് ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഹിന്ദുയിസം, മതം, ആൾദൈവം, പിന്നെ റിച്ച് മാൻ പുവർ മാൻ, പിന്നെ കാസ്റ്റ് സിസ്റ്റം, ഇതെല്ലാം നല്ല രീതിയിൽ ഇൻഫ്യൂസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഡയറക്ടർ. ഈ സിനിമയുടെ ട്രെയിലർ പുറത്തു വന്ന സമയത്ത് ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു, ഇതൊരു ഇന്ത്യൻ ജോൺ വിക്ക് ആണല്ലോ, അങ്ങനെയൊക്കെ ഫീൽ ചെയ്തത്. കാരണം ഇത് ഈ കാണിച്ചിരിക്കുന്ന ഫൈറ്റ് സീക്വൻസുകളും എടുത്തേക്കുന്ന ക്യാമറ മൂവ്മെൻറ്റ്സും എല്ലാം കണ്ടപ്പോഴത്തേക്ക് അതുപോലത്തെ ഒരു രീതിയിലാണ്. ഈവൻ ആ ഒരു കളർ ഗ്രേഡിങ് പോർഷൻസ് കണ്ടപ്പോൾ പോലും അങ്ങനെ തോന്നി. പക്ഷേ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പം മനസ്സിലായി ഇത് അങ്ങനത്തെ ഒരു മൂവിയേ അല്ല, ഇത് കംപ്ലീറ്റ്ലി യുണീക്കായിട്ടുള്ള ഒരു മൂവിയാണ്. ഇതിൻ്റേതായ തന്നെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടെന്ന് ഈ മൂവി കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായി. ഈ സിനിമയിൽ ജോൺ വിക്ക് മാത്രമല്ല, ബാക്കി ബ്രൂസ്ലി അല്ലെങ്കിൽ അതുപോലെയുള്ള വേറെ നമ്മൾ കണ്ടിട്ടുള്ള കുറേ ആക്ഷൻ മൂവീസൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ എലമെൻറ്റ്സ് ഇതിനകത്ത് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഡയറക്ടർ പുള്ളിയുടെ ഒരു രീതിയിൽ അടിപൊളിയായിട്ട് ക്രാഫ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. സാധാരണ ഒരു ആക്ഷൻ മൂവി നമ്മൾ കാണുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു 2 മണിക്കൂറോളം നമ്മളിരുന്ന് കാണുമ്പോൾ ഫുൾ ഹൈ ഇൻറ്റൻസിറ്റിയോട് കൂടിയിട്ടുള്ള കുറേ ആക്ഷൻ സീക്വൻസുകളും അത് ആ ഒരു രീതിയിൽ നമ്മൾ അതിനകത്ത് മുഴുകി ഇരിക്കും. ഈ മൂവിയിൽ അതുപോലെയുള്ള സീക്വൻസുകളുണ്ട്, പക്ഷേ ഭയങ്കര എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് എന്താ ചെയ്തു വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള കുറേ ഫൈറ്റ് സീക്വൻസൊക്കെ കണ്ടിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ പെട്ടെന്ന് ഫ്ലാഷ് ബാക്ക് സീനുകളൊക്കെ കാണിക്കും. ആ ഫ്ലാഷ് ബാക്ക് സീനുകളൊക്കെ കാണിക്കുന്നത് ഭയങ്കര പീസ്ഫുൾ ആൻഡ് കാം ആയിട്ടുള്ള രീതിയിലായിരിക്കും ആ സീനുകളൊക്കെ കാണിക്കുന്നത്. അതായത് നമ്മൾ സീനുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര എനർജറ്റിക്, ഭയങ്കര എൻഗേജിങ് ആയിട്ടിരുന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ലോ എനർജിയിലോട്ടുള്ള ഇതുപോലുള്ള ഫ്ലാഷ് ബാക്ക് സീനുകൾ കാണിക്കും. അത് നമുക്ക് വ്യൂവേഴ്സിനൊരു ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു രീതിയിലുള്ളൊരു എക്സ്പീരിയൻസാണ് തരുന്നത്. പിന്നെ ഡയറക്ടർ ഈ സിനിമയിലെ സ്റ്റോറി ടെല് ചെയ്യാനായിട്ട് ഒരുപാട് ഹിന്ദു മെത്തഡോളജിക്കൽ സിമ്പിൾസൊക്കെ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ റെഫറൻസോടുകൂടി ഈ സിനിമ നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിൽ കാണിച്ചു തരുമ്പോഴത്തേക്കും അതൊരു വേറെ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടുള്ള ആക്ഷൻ മൂവീസിലൊക്കെ കാണുന്നതിൽ നിന്നും ഇങ്ങനെയൊക്കെയുള്ള കുറേ എലമെൻറ്റ്സൊക്കെ ആഡ് ചെയ്തപ്പോഴത്തേക്ക് ഇതൊരു വെൽ ക്രാഫ്റ്റഡ് മൂവിയായിട്ട് ഫീൽ ചെയ്തെനിക്ക്. പിന്നെ ക്യാരക്ടർ ബിൽഡപ്പ് ആണെങ്കിലും ക്യാരക്ടറിൻ്റെ ആ ഒരു തീഷ്ണമായിട്ടുള്ള പ്രതികാര മനോഭാവവും പിന്നെ പുള്ളിയുടെ ആ ഒരു മെൻറ്റാലിറ്റിയൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ മൂവിയിലെ ട്രെയിനിങ് സീനുകളൊക്കെ എടുത്തേക്കുന്നതും പിന്നെ അതിൻ്റെ കൂടെ തന്നെ വരുന്ന BGM അതെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഏകദേശം 10 വർഷത്തോളമാണ് ദേവ് പട്ടേൽ ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. പുള്ളിക്ക് വന്ന ഒരുപാട് നല്ല പ്രോജക്റ്റുകളൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടാണ് ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തത്. പിന്നെ നമ്മുടെ കൊറോണ ടൈമിലൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ഒക്കെ വെച്ചിട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തേക്കുന്നത്. ഈവൻ ഐഫോൺ, ഗോപ്രോ ഇതൊക്കെ വെച്ചിട്ട് ഒരുപാട് സീനുകളൊക്കെ ഇതിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും പുള്ളി എടുത്ത എഫേർട്ടിനുള്ള നല്ലൊരു റിസൾട്ട് തന്നെയാണ് ഈ മൂവിയിലൂടെ പുള്ളിക്ക് കിട്ടിയിരിക്കുന്നത്. പടം ഇന്ത്യയിൽ റിലീസ് ചെയ്തിട്ടില്ല, കാരണം ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഇന്ത്യൻ ഹിന്ദുയിസം അതിൻ്റെയൊക്കെ കുറേ എലമെൻറ്റ്സൊക്കെ എടുത്തിട്ട് ആണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് ഈ സിനിമ ഇന്ത്യയിൽ ബാൻ ചെയ്തേക്കുവാണ്. എന്തായാലും ഡിജിറ്റൽ കോപ്പീസ് ഉടനെ തന്നെ അവൈലബിൾ ആവും. അപ്പോഴത്തേക്ക് ഇത് കണ്ടു ആക്ഷൻ മൂവീസ് ഇഷ്ടപ്പെടുന്നവർ, എക്സ്പെഷ്യലി റോ ആയിട്ടുള്ള വയലൻസ് സീനുകളും പിന്നെ ബ്രൂട്ടൽ ഫൈറ്റ് സീക്വൻസും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു മൂവി തന്നെയാണിത്. എന്തായാലും ദേവ് പട്ടേലിൻ്റെ ഡയറക്ടോറിയലായ ഈ മൂവി ഒരു വെൽ ക്രാഫ്റ്റഡ് മാസ്റ്റർ പീസ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ആ രീതിയിലാണ് ഈ പടം ചെയ്തു വെച്ചേക്കുന്നത്. കാണുന്ന ഏതൊരു പ്രേക്ഷകനും അല്ലെങ്കിൽ ഈ കൈൻഡ് ഓഫ് ടൈപ്പ് ഓഫ് മൂവീസ് ഇഷ്ടപ്പെടുന്നവർക്ക് അതങ്ങനെ തന്നെ ഫീൽ ചെയ്യും. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.
Please like if you like this video. That's all.